രാഹുൽ, നിയമസഭയിൽ വലിയ പാർട്ടികൾ കാര്യമായി പ്രതിപക്ഷത്തും അതുപോലെ തന്നെ ഭരണപക്ഷത്തും ഇരുന്ന് പുതിയ വലിയ വലിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ 3 പേർ മാത്രമുള്ള ഒരു സംഘം അവിടെ അടി തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനാകാം എന്നൊരു തമ്മിലടി. ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ 3 പേരുള്ളത് കൊണ്ട് ഒരാളെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വിടുന്നു, ബാക്കി 2 പേർ ഞാനാണ് പ്രമുഖൻ എന്നുള്ള രീതിയിൽ മത്സരിക്കുന്നു. ഒരു 4-5 സീറ്റും കൂടെ കിട്ടിയിരുന്നു എങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ? അല്ല, ഈ ആളുകളാണല്ലോ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ കളിയാക്കിയത് എന്ന് ആലോചിക്കുമ്പോഴാണ്. ഇവിടെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വലിയ അടിപിടി കൂടി എന്നൊക്കെ പറയുമ്പോഴും 102 സീറ്റ് ഉണ്ടായിരുന്ന 102 ആളുകളിൽ നിന്നും UDF ഒരാളെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കണ്ടേ? കുറച്ച് സമയവും സാവകാശവും അവർക്ക് കൊടുക്കാമായിരുന്നു. ഈ കളിയാക്കിയ ആളുകളാണ്, നമുക്കറിയാം, ഒരു പാർട്ടിയെ സംബന്ധിച്ച പാർട്ടിയിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഉണ്ടാവും. ആ നിയമസഭയെ നയിക്കാൻ പോകുന്ന പാർലമെന്ററി പാർട്ടി നേതാവ് ആരാണ്, അങ്ങനെയാണ് പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ നേതാവിനൊരു മുൻഗണന ഉണ്ടാവും. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പാർലമെന്ററി പാർട്ടി നേതാവ് ആരാണോ അയാളായിരിക്കും ആ പ്രതിപക്ഷത്തെ നയിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് പിണറായി വിജയൻ എടുക്കുന്ന നമ്മൾ കണ്ടാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ച് പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് വി മുരളീധരനെ എടുക്കാമെന്ന് കോർ കമ്മിറ്റിയും അതേപോലെ തന്നെ ദേശീയ നേതൃത്വങ്ങളും അറിയിച്ചു. കാരണം അദ്ദേഹത്തിന് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഭരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കാര്യങ്ങൾ പറയുന്ന കാര്യത്തിലാണെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് വി മുരളീധരനെ ആക്കാമെന്ന് കോർ കമ്മിറ്റികളെല്ലാം കൂടി തീരുമാനിച്ചു. അതിനുശേഷമാണ് BB ഗോപകുമാറിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, കുറച്ചിരുന്ന് ചിന്തിച്ചപ്പോഴായിരിക്കും അദ്ദേഹം മനസ്സിലാക്കിയത് ഈ സംസ്ഥാന അധ്യക്ഷൻ എന്ത് പരിപാടിയെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. രാഹുൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതൊരു പാർട്ടിയാണെങ്കിലും ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ പിണറായി വിജയനാണ് അവിടുത്തെ പാർലമെന്ററി കാര്യ നേതാവായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ BJPയുടെ കാര്യം നോക്കുകയാണെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഇവിടെ നിയമത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് MLA ആയിട്ട് നിയമസഭയിലെത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അദ്ദേഹമാണല്ലോ ആകേണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? എന്തുകൊണ്ട് വി മുരളീധരന്റെ പേര് പാർട്ടി പോലും സജസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ നിയമസഭയിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാം. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ അവർ സജസ്റ്റ് ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തെ നൂലിൽ കെട്ടി ഇറക്കിയതായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടി പോലും ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ന്യൂസിലാണ് ഞാൻ വീഡിയോ കാണുന്നത്. അതിന്റെ അടിയിൽ ഞാൻ കണ്ട രസകരമായിട്ടുള്ള കമന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ പ്രധാന നേതാവാക്കിയില്ല? അതിന്റെ കാരണം രാജീവ് ചന്ദ്രശേഖരൻ മലയാളം പറഞ്ഞ് ആ കാര്യങ്ങൾ അവതരിപ്പിച്ചു വരുമ്പോഴത്തേക്ക് നിയമസഭ അവസാനിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആക്കാഞ്ഞത് എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നിയമസഭയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കി അതിനെ തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യാനുമുള്ള അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് കുറവാണ്. സ്വാഭാവികം. നമ്മൾ കഴിഞ്ഞ 2-3 വർഷത്തിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ അല്ലല്ലോ നിയമസഭയിൽ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതെ, പലവട്ടം കണ്ട സിനിമ ഡയലോഗ് പോലും റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ കൊണ്ട് എങ്ങനെയാണ് കഴിയുക എന്നുള്ളതാണ്. ഇത് എന്റെ മാത്രം ഡയലോഗുകളല്ല, BJPക്കാർ പോലും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ BJPയിൽ തന്നെ ഇത് 2 പക്ഷത്താണ്. രാജീവ് ചന്ദ്രശേഖർ പക്ഷവും അതുപോലെ തന്നെ സുരേന്ദ്രൻ പക്ഷവും ഉണ്ട്. മഞ്ചേശ്വരത്ത് നിന്ന് സുരേന്ദ്രൻ ജയിച്ചിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ? ഇവിടെ ഇതിലും വലിയ കടിപിടികൾ നടന്നേനെ. അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി പോലും ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറയുന്ന BJPക്കാർ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ നേതാവായി വി മുരളീധരൻ ഇരിക്കട്ടെ എന്ന് പറയും. അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നല്ലോ. ഇതിനകത്ത് കുറെ പാളിച്ചകൾ BJPക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകളെയൊക്കെ പാലക്കാട് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഇവിടെ ആലപ്പുഴയിലൊക്കെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള, അതും പോരാത്തത് BJPയുടെ കോർ കമ്മിറ്റി യോഗങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ അവരെ വിമർശിക്കുകയാണ്. സുരേന്ദ്രനെയും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെയും നേരിട്ട് വിമർശിക്കുകയാണ്. നിങ്ങൾ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം മണ്ഡലങ്ങളിൽ പോയി പ്രചാരണം നടത്തിയതുകൊണ്ടാണ് നിങ്ങൾ നേരാം വണ്ണം കഴിഞ്ഞ 5 വർഷങ്ങൾ മണ്ഡലം പരിഗണിച്ചിരുന്നുവെങ്കിൽ, മണ്ഡലം നോക്കി നടത്തിയിരുന്നുവെങ്കിൽ അത് വിജയിക്കാമായിരുന്നു എന്നുള്ള വിമർശനം ഇദ്ദേഹം ഉന്നയിച്ചു. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ കൃത്യമായ മണ്ഡലം പോലും അലോക്കേറ്റ് ചെയ്തത് എപ്പോഴാണ് എന്നുള്ള കാര്യം ചിന്തിക്കണം. അപ്പോൾ രാഹുൽ പറഞ്ഞു തുടങ്ങിയില്ലേ, ആലപ്പുഴയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ജയിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമല്ല ചിലപ്പോൾ. അത് കാരണം നമ്മൾ കണ്ടതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയിട്ടുള്ള വോട്ട് ഷെയറുകൾ ചില മണ്ഡലങ്ങളൊക്കെ 1ാം സ്ഥാനത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പേര് പറയുമ്പോഴേ നമ്മൾ പറയുന്നത് എന്താണ്? എങ്ങനെയും വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു യന്ത്രമാണ് എന്നാണ് പറയുക. എവിടെയും ശോഭാ സുരേന്ദ്രൻ നിന്നിട്ടുള്ള ഏത് മണ്ഡലം എടുത്ത് നോക്കിയാലും അവിടെ BJPയുടെ വോട്ട് ഷെയർ ഭയങ്കരമായി ഉയർന്നിട്ടുണ്ട്.
അപ്പോൾ ആ മെറിറ്റിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സാധ്യതയുള്ള മണ്ഡലങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ സ്വാഭാവികമായി ജയിച്ചേനെ. നേമത്തെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിച്ചേനെ. തീർച്ചയായിട്ടും. ഇപ്പോൾ നേമത്തെ സംബന്ധിച്ച് നമ്മൾ എടുത്ത് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയാണ് ജയിച്ചത്? അപ്പോൾ അദ്ദേഹം ആ മണ്ഡലം ഏകദേശം BJP അനുകൂലമായിട്ടുള്ള മണ്ഡലമാണ്. യഥാർത്ഥത്തിൽ അതായത് BJP ശക്തിയാകുന്നതിന് മുമ്പിട്ട് തന്നെ BJP കിട്ടിയിട്ടുള്ളൊരു മണ്ഡലമാണ് നേമം എന്ന് പറയുന്നത്. രാജഗോപാൽ അവിടെ ആദ്യമായിട്ട് വിജയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൽ BJPക്ക് വിജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും 3000 വോട്ടിനാണ് അവിടെ LDF വിജയിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, BJPക്ക് ജയിച്ചു കയറാൻ പറ്റുന്ന മണ്ഡലത്തിൽ ആദ്യം തന്നെ ഞാൻ മത്സരിക്കും, വേറെ ആരും നോക്കണ്ട എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ 6 മാസം മുമ്പിട്ട് വന്നിട്ട് ഞാൻ മത്സരിക്കുന്ന മണ്ഡലം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇനി ആരും ക്ലെയിം ചെയ്ത് വരരുതല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞേക്കാം ഞാൻ നേമത്താ മത്സരിക്കാൻ വന്നത്. അപ്പൊ ആദ്യമേ ചോദിച്ചു വാങ്ങിയ ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത്. അപ്പം അതും പോരാത്തതിന് കൃത്യമായ ഭയങ്കരമായ പണ ഒഴുക്ക് നടന്നിട്ടുണ്ട്. അല്ല, ഇതിനകത്ത് തന്നെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം BJPക്കുള്ളിൽ തന്നെ നടക്കുന്നത്, കേരളത്തിലെ മുഴുവൻ BJP പ്രവർത്തകർക്കും വീതിച്ചു കൊടുക്കേണ്ട പണം അത് രാജീവ് ചന്ദ്രശേഖരൻ ഒറ്റയ്ക്ക് നേമത്ത് ചെലവാക്കിയെന്ന് പറയുന്ന ആക്ഷേപം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത്രയും വലിയ പണം അവിടെ ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ വിജയിച്ചത്. അപ്പോൾ സുരേന്ദ്രനെ പോലുള്ള ഒരാളെ ഒന്നും വിമർശിക്കാനുള്ളൊരു കേപ്പബിലിറ്റി അല്ല, അർഹതയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോ സുരേന്ദ്രനെ സംബന്ധിച്ച് സുരേന്ദ്രൻ കഴിഞ്ഞ തവണ 2 ഇടത്ത് മത്സരിച്ചിരുന്നു. അതാണ് അദ്ദേഹത്തിന് അന്ന് പറ്റിപ്പോയ പാളിച്ച എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവിടെ വർക്ക് നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു പാർട്ടി തോൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇപ്പുറത്തുള്ള പാർട്ടികൾ കൃത്യമായിട്ട് പണിയെടുക്കുമല്ലോ. അതാണ് അവിടെ സംഭവിച്ചുള്ളത്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രൻ അവിടെ ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടായി. അവരുടെ സംസാര ശൈലി പോലും. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ഒരു ദിവസം മുൻപൊക്കെയാണ് മറ്റേ പണം കൊടുത്തു എന്നുള്ള വലിയ വിവാദം വരുന്നത്. അല്ല, അത് ഷൂട്ട് ചെയ്ത അതൊരു ത്രികോണ പോരാട്ടമായിരിക്കാം, അല്ലെങ്കിൽ രമേശ് പിഷാരടിക്കും ശോഭാ സുരേന്ദ്രനും ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആണെന്നുള്ളൊരു വലിയൊരു. അവിടെ ശോഭാ സുരേന്ദ്രനെ പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, മത്സരിക്കുന്നതിന് മുമ്പിട്ട് തന്നെ ഞാൻ അവിടെ വിജയിച്ചു എന്നൊരു ഓവർ കോൺഫിഡൻസ്. അതായത് ശോഭാ സുരേന്ദ്രൻ അറിയാം, ഞാൻ എല്ലാവരും കൂടെ കൊടുത്തൊരു പ്രിവിലേജ് ഉണ്ട്. എവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ മേഘ പറഞ്ഞതുപോലെ എവിടെ നിന്നാലും ഞാൻ വിജയിക്കും, പാലക്കാടൊക്കെ എനിക്ക് സുഖം. അന്ന് ഇന്ന് ഷാഫി അല്ലല്ലോ, എവിടുന്നോ വന്നൊരു ചെറുക്കൻ, ഒരു സിനിമാ നടൻ. ഈ സിനിമാ നടന്മാരൊക്കെ വന്നിട്ട് എന്തുണ്ടാക്കാനാ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങളൊക്കെ കിടക്കല്ലേ, ഞാനിപ്പോൾ വിജയിച്ച് കാണിക്കാം, ഞാൻ വിജയിച്ചു എന്നുള്ള ഓവർ കോൺഫിഡൻസിൽ വന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവരുടെ ധാർഷ്ട്യമായിട്ടുള്ള സംസാരങ്ങൾ ഷാഫി പറമ്പിലിനെ എടുത്ത് അലക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലാണെങ്കിലും അവിടുത്തെ കൗൺസിലറുടെ വിഷയത്തിലാണെങ്കിലും ആക്രമിക്കുന്ന ആരെയാണ്? ഷാഫി പറമ്പിലിനെയാണ്. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം ഈ വോട്ട് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് നിന്ന് നിന്റെ ചെവുക്കുറ്റി അടിക്കാൻ പൊട്ടിക്കും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പറയുന്നു. ആ ധാർഷ്ട്യങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയായി എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ തോറ്റുപോയത്. അത് മത്സരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഞാൻ വിജയിച്ചു എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ്, പണം കൊടുത്ത് പാലക്കാടിനെ വാങ്ങാമെന്നവർ തെറ്റിദ്ധരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പോൾ കലാശക്കൊട്ടിന്റെ സമയത്ത് നോക്കുകയാണെങ്കിൽ BJP അവിടെ ഇറക്കിയ പണത്തിന് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. അത്രയും പണം ഒഴുക്കി പണം കൊടുത്ത് വോട്ട് വാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇതെല്ലാം തന്നെയാണ് ഏറെക്കുറെ ശോഭാ സുരേന്ദ്രന്റെ പരാജയത്തിലേക്ക് വീഴ്ത്തിയതും. അതുപോലെ തന്നെ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ അവർ തിരിച്ചതിനെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ മണ്ഡലം മാറ്റിയത് കൊണ്ടാണ് തോൽവി സംഭവിച്ചത് എന്ന്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പറ്റി പാർട്ടിയിലുള്ള ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത്, പാർട്ടിയെ വളർത്തുക എന്നതിനേക്കാൾ ഉപരി മറ്റു നേതാക്കൾ വളരരുത് എന്നുള്ളൊരു ഐഡിയോളജി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളൊരു തോന്നുന്നു. ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നേതാവിന് ഫ്രണ്ടിൽ സീറ്റ് കൊടുക്കും, അദ്ദേഹത്തിന് കൂടുതൽ സമയം സംസാരിക്കാനും ഇടം കൊടുക്കും. അതാണ് പാർലമെന്റ് ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, വി മുരളീധരൻ പ്രധാന നേതാവായി കഴിഞ്ഞാൽ തനിക്ക് നിയമസഭയിൽ തിളങ്ങാൻ കഴിയില്ല. ആ ഉത്തമ ബോധ്യം ഉണ്ടായതുകൊണ്ടും പ്രധാന നേതാവായിട്ടുള്ള വി മുരളീധരൻ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ പുറകിലിരുന്ന് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള വിഷമം കൊണ്ടും ഞാനല്ലേ സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇവനെ പിടിച്ച് ഫ്രണ്ടിൽ ഇരുത്തി കഴിഞ്ഞാൽ എനിക്ക് വിഷമം വരത്തില്ലേ? ഈ ഒരു സംഘർഷം ഇവരുടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയാണ്. ഞാനാണ് വലിയവൻ എന്നുള്ളൊരു വിഷയം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ എല്ലാം ഇടയിലൂടെ കൃത്യമായി 5 കൊല്ലം പണിയെടുത്ത് വന്നിട്ടുള്ള ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BB ഗോപകുമാർ ആണ് എന്ന് പറയേണ്ടി വരും. അദ്ദേഹം 10 കൊല്ലമായിട്ട് അവിടെ കിടന്ന് പണിയെടുത്ത് വിജയിച്ചു എന്നുള്ള ഒരാളാണ്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ മുഖ്യമന്ത്രിയാക്കാൻ വളരെ ലേറ്റായി, നിങ്ങൾ
അടി ഉണ്ടാക്കി മുഖ്യമന്ത്രിയെ നിയമിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെയും അടി നടക്കുകയാണ്. ഈ പറയുന്ന ആളുകളുടെ ഇടയിലും അടി നടക്കുകയാണ് പ്രധാന നേതാവാകാൻ.